മഴയുണ്ടല്ലേ. പറിക്കാതെ നിന്ന് എത്ര മൂത്ത് പോയെന്നറിയാവേ. ഈ മാവൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഓ കാന്താരി ഉണ്ട് ഇതില്, പക്ഷെ ഉണ്ടോ? ഉണ്ട്, പക്ഷെ എല്ലാ ഇലയും പോയി അല്ലേ മോ? എവിടെ മുന്തിരിയതാ? ഇതാ മുന്തിരി ഉണ്ട്. ഇതെന്തെന്നാ ഇത്? അതൊക്കെ പോയി, ഇതൊക്കെ കളയണം. ഇത് ഈ കമ്പി ഇങ്ങനെ വലിച്ചൊക്കെ നമ്മൾ കെട്ടിയിട്ടുണ്ട്, മൊത്തം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്തൊരു ഗ്രീൻ നെറ്റൊക്കെ വലിച്ച് കെട്ടിയിട്ട് ഒന്ന് സെറ്റപ്പാക്കി എടുക്കണം. വൈകിട്ട് വയ്ക്കാനാ? ഇപ്പൊ ഒന്ന് വെച്ചിട്ട് പറിച്ചാല് ചുമ്മാ കിടന്ന് വെച്ചതാണ്. ഉണ്ട്, നിറച്ചുണ്ട്. ഇത്ര സാധനങ്ങൾ നമ്മൾ വിളവെടുക്കുന്നു. അതെ, കണ്ട നമ്മുടെ ചേമ്പ് ഈ വിധത്തിലായി. കണ്ട ടേസ്റ്റ് ആയിട്ടാ. ചിലര് പറയും ഇതിന് ഒടയെന്ന് പറയും, ചിലര് പറയും അസ്ത്രം, ചിലര് ഈ രാജ്യം സ്ഥലം പോലെ ഇരിക്കും കേട്ടോ. ഈ ഹരിപ്പാട് അങ്ങനൊക്കെ ഉള്ളിടത്ത് അസ്ത്രം എന്ന് പറയും, ഞങ്ങളൊക്കെ ഒടയെന്ന് പറയും. എന്ത് തന്നെ ആയാലും കൂട്ടുമ്പോൾ അടിപൊളിയാ, നല്ല ടേസ്റ്റാ. ഇത് ചോറിനും കഞ്ഞിക്കും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് കഴിക്കാം. ഇത് അപ്പൊ ഇതിന്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം, ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇത് റഹാൻ ഉണ്ടാക്കിയതാ കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്ന് ഞാൻ അവനോട് തന്നെ ചോദിക്കാം. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹായ്, സൂപ്പർ. ഇതാരുണ്ടാക്കിയതാ റഹാൻ? ഞാൻ തന്നെ. ഇത് എന്തൊക്കെയാ ഇത് പറഞ്ഞേ? ഇതാ ഇത് തവള. തവളയാ? ഇത് തവളയല്ല, താറാവ്. ഓക്കെ, താറാവ്. ഇത് താമരച്ചെടി. ഓക്കെ, വെരി ഗുഡ്. ഇത് മരം. ഇത് പുല്ല്. ഇത് കല്ല്. ഇത് ഈ ബ്ലൂ കളറിലത് വാട്ടർ. ഇത് വെള്ളം. ഓക്കെ, വെള്ളം. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്, എന്തായാലും അടിപൊളി. എന്നാ ഇത് നല്ല പോലെയൊക്കെ ചെയ്യാനൊക്കെ അറിയാം എനിക്ക്. ഞാൻ ചെറിയ സമയം എനിക്കിപ്പോ ഒന്നും ചെറിയ സമയം അറിയില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് അറിയാം. ഇപ്പൊ നന്നായിട്ട് വരയ്ക്കും അല്ലേ? ഓക്കെ. അതുകൊണ്ട് ലൈക്ക് ചെയ്യുന്നേ, സബ്സ്ക്രൈബ് ചെയ്യുന്നേ മറക്കാതെ എല്ലാവരും കമന്റ് ചെയ്യണം. ബൈ ബൈ.